അമേരിക്കൻ മലയാളികളുടെ സമകാലിക ജീവിത സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത വേറിട്ട ദൃശ്യാവിഷ്കാരം കരിക്കിനെറ്റ് സിൽക്ക് വില്ലാജിയോ അമേരിക്കൻ ഡ്രീം. ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മന്ത്രധ്വനികളുടെയും വാദ്യാഘോഷങ്ങളുടെയും സാന്നിധ്യത്തിൽ വാർഷികാഘോഷങ്ങൾക്ക് കൊടിയേറി. ഡെപ്യൂട്ടി കൌൺസിൽ ജനറൽ R.D. ജോഷി മുഖ്യ അതിഥിയായിരുന്നു. ഹൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന വാർഷികാഘോഷ പരിപാടികൾ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. ഏകദേശം 13 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ശ്രീമതി രമാപിള്ളൈ ചേച്ചി, ഇപ്പോൾ ഈ ഉത്സവം ഇവിടെ നടന്നപ്പോൾ ഒന്നിലും നാട്ടിലെ ഉത്സവമായിട്ട് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നിലും ഒരു കുറവ് വരാതെ അതിൽ ഒരു പടി മേലെ നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. അതിന്റെ പിന്നിലുള്ളൊരു പ്രയത്നം എന്താന്ന് ഒന്ന് പറയാമോ? നമ്മൾ ഈ ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഇവിടെ കൊണ്ടുവന്നതിന്റെ തന്നെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളുടെ പുതിയ തലമുറയ്ക്ക്, അതായത് വരും തലമുറയിലേക്ക് നമ്മളുടെ ആർഷഭാരത സംസ്കാരം പകർന്നു കൊടുക്കാനും എങ്ങനെയാണ് നമ്മളുടെ ഓരോ ഉത്സവങ്ങളും ഓരോ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ അമ്പലം കൊണ്ടുവന്നത് തന്നെ. നമ്മളുടെ ഈ ക്ഷേത്രത്തിൽ നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ക്ഷേത്രം പണിതതും അതിന്റെ ആഘോഷങ്ങൾ നടത്തിയതും അതെല്ലാം തന്നെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിന്റെയും വോളണ്ടിയേഴ്സിന്റെയും എല്ലാവരുടെയും വളരെ കഠിനമായ പ്രയത്നം കൊണ്ട് അതെല്ലാം വളരെ ഭംഗിയായി നടത്തപ്പെടാൻ സാധിച്ചുവെന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. മതിസ്വാമി, ഇത് തന്നെ ധാരാളം. മഹാരാജാവേ, നാം ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നാരായണ നാരായണ ഭഗവാനെ. ചന്ദന ചർച്ചിത നീലകളേബരം എന്റെ മനോഹരമേഘം. ചന്ദന ചർച്ചിത നീലകളേബരം എന്റെ മനോഹരമേഘം. കായാമ്പൂവിലും എന്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം. ഇത് ഗുരുവായൂരിലെ മേഘം. വളരെയധികം വിവിധ തരം കലാപരിപാടികൾ നമ്മളുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെട്ടു. വളരെ ഭംഗിയായി തന്നെ നടത്തപ്പെട്ടു. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കഥകളിയാണ്. കേരളത്തിൻ്റെതായ തനതായ ശൈലിയിൽ കേരളത്തിൽ നിന്നും ആൾക്കാർ വന്നിട്ടുള്ള കഥകളിയായിരുന്നു. പിന്നെ സംഗീത കച്ചേരി ഉണ്ടായിരുന്നു, കർണാടിക് സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ നിന്നും പല്ലാവൂർ ബ്രദേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പല്ലാവൂർ ശ്രീകുമാർ ആൻഡ് പല്ലാവൂർ ശ്രീധരന്മാരാർ അവരുടെയായിരുന്നു നമ്മളുടെ വാദ്യമേളം. വളരെ ഭംഗിയായിട്ട് അതെല്ലാം നടത്തപ്പെടുവാൻ നമുക്ക് സാധിച്ചു. മനസ്സിലായി
കല്യാണ വൈഭോഗമേ. നീലകളേബരം എന്റെ മനോഹരമേ.